എടീ, നീയൊക്കെ കാരണമാ ഞങ്ങൾ കല്യാണം പോലും കഴിക്കാതെ കെട്ടാമല്ലായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്, അറിയാവോ? എങ്ങോട്ടാടി നിന്റെ പോക്ക്? എൻ്റെ മോൻ കാരണം എൻ്റെ ഹസ്ബൻഡുമായിട്ടുള്ള ബന്ധത്തിൽ വരെ പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനൊരു പാരന്റ് കഴിഞ്ഞ ദിവസം വന്ന് പറയണ്ടായി. ഇത് സത്യമാണ്. പലപ്പോഴും ഒരു ഡെവലപ്മെൻറ്റൽ നീഡുള്ള കുട്ടിയെ ടേക്ക് കെയർ ചെയ്യുമ്പോൾ ഭർത്താവിൻ്റെയും ഭാര്യൻ്റെയും ബന്ധത്തിൽ വരെ അത് ബാധിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇത് പലപ്പോഴും സംഭവിക്കുന്നത് നമുക്കൊരു ലോങ് ടേം പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു ഡെവലപ്മെൻറ്റൽ ഇഷ്യൂ ഉള്ള കുട്ടിയുടെ പ്രശ്നങ്ങൾ ഒരു കുറഞ്ഞ ദിവസത്തേക്കാണ് എന്നാണ് പലരും മനസ്സിലാക്കിയിരിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള ഓട്ടം അത് കുറേ കാലത്തേക്ക് നീണ്ടുപോകും എന്നുള്ളത് പല രക്ഷിതാക്കളും മനസ്സിലാക്കുന്നില്ല. പല സെൻറ്ററുകളിലും പല ഡോക്ടേഴ്സും ഈ ഒരു പാർട്ട് കൗൺസിൽ ചെയ്യുന്നതും കുറവായിട്ടാണ് ഞാൻ കണ്ടത്. ഒരു ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള കുട്ടി വരുമ്പോൾ അവരുടെ ഫാമിലിയിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, അവരുടെ മറ്റു കുട്ടികൾക്ക് എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് എന്നൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും രക്ഷിതാക്കൾ തമ്മിലുള്ള വഴക്കും ചില സമയങ്ങളിൽ ഡിവോഴ്സിലേക്കും വരെ എത്തുന്നത് കണ്ടിട്ടുണ്ട്. ഇത് രക്ഷിതാക്കളെ കൂടെ ഇരുന്ന് വെൽ പ്ലാൻഡ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കാതെ മുമ്പോട്ട് പോകുന്നത് കൊണ്ടാണ്.